Rapid Revision. 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ബയോളജി. ക്ലാസ് നയിക്കുന്നത് അസംഷൻ ഹൈസ്കൂൾ പാലമ്പ്രയിലെ ബയോളജി അധ്യാപകൻ ജെറിൻ പി ജോസ്. നമസ്കാരം, എൻ്റെ പേര് ജെറിൻ പി ജോസ്. ഞാൻ അസംഷൻ ഹൈസ്കൂൾ പാലമ്പ്രയിലെ ബയോളജി അധ്യാപകനാണ്. അമൽ ജ്യോതി റേഡിയോ 90 FM SSLC പരീക്ഷ പഠന സഹായത്തിനായുള്ള ഈ ഒരു പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ആദ്യം തന്നെ SSLC പരീക്ഷ എഴുതുന്ന മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾക്ക് വിജയാശംസകൾ നേരുന്നു. Rapid Revision. അങ്ങനെ നമുക്കിനി 4ാമത്തെ ചാപ്റ്ററാണ് കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം. ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ഓഫ് ഹോർമോൺസ് പഠിക്കാനുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് പഠിക്കാനുണ്ട്, പിന്നെ ചില സെൽസുകളുടെ പേരൊക്കെ പഠിക്കാനുണ്ട്, ഈ പറഞ്ഞ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ, ഗ്ലാൻസിന്റെ ഫംഗ്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഈ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് നോട്ട് എന്ന് പറയും. കാര്യം ഈ ഒരു പാഠത്തിന്റെ ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും ഓർത്തെടുക്കാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയാം സാറ്. നമ്മുടെ മെറ്റാബോളിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്, അല്ലേ? ഇപ്പൊ എമർജൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം വരുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്, റൈറ്റ്? അപ്പം സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ, എമർജൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും അതിന്റെ ആൻസർ എത്തുന്നത് അഡ്രിനൽ ഗ്ലാൻഡിലേക്കാണ്. അപ്പം ഈ പറഞ്ഞ പോലെ മെറ്റാബോളിസം, ബോഡി ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പം ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ കൺട്രോൾ ഓഫ് മെറ്റാബോളിസം എന്ന് എഴുതുക, അതിന് താഴെ മെറ്റാബോളിസം, ബോഡി ഗ്രോത്ത്, ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് സബ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് രണ്ടിങ്ങനെ ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് ഫോളിക്കുലാർ സെൽസ്, പാരാഫോളിക്കുലാർ സെൽസ് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് ഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണല്ലോ തൈറോക്സിൻ. അപ്പോൾ ഫോളിക്കുലാർ സെൽസിന് താഴെ ഒരു ബ്രാക്കറ്റിൽ തൈറോക്സിൻ എന്ന് ഇങ്ങനെ എഴുതാം. അപ്പം നിങ്ങൾ ഓർത്തോണം, ഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഈ പറഞ്ഞ തൈറോക്സിൻ. ഇനി പാരാഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ. അപ്പം നിങ്ങൾ ആ പാരാഫോളിക്കുലാറിന്റെ താഴെ കാൽസിറ്റോണിൻ ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കും, ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് 2 ടൈപ്പ് ഓഫ് സെൽസ്, പാരാഫോളിക്കുലാറും ഫോളിക്കുലാറും. പാരാഫോളിക്കുലാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ ആൻഡ് ഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോക്സിൻ. ഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോക്സിൻ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫംഗ്ഷൻസും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാൽസിറ്റോണിൻ ആണെങ്കിൽ ആകെ ഒന്ന് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി, ദാറ്റ് ഈസ് റെഡ്യൂസസ് ദി ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്, അല്ലേ? അപ്പോൾ അത് മാത്രം നിങ്ങൾക്ക് പഠിക്കുവാണെങ്കിൽ കഴിഞ്ഞു. ബ്ലഡിലെ കാൽസ്യത്തിന്റെ ലെവൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഈ ബ്ലഡ് കാൽസ്യം റെഗുലേഷൻ റിലേറ്റഡ് കുറയ്ക്കുക എന്ന് എങ്ങനെ രീതി ചോദിച്ചാലും അതിൽ ഉത്തരമെന്ന് പറയുന്നത് കാൽസിറ്റോണിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അത് അങ്ങനെ പഠിക്കുക. എന്ത് രീതിയിൽ ബ്ലഡിലെ കാൽസ്യം കുറയ്ക്കാൻ എന്ന് എങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വളഞ്ഞോ തിരിഞ്ഞോ ഒക്കെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം നമ്മുടെ കാൽസിറ്റോണിൻ. ഓക്കെ, അപ്പോൾ ഷോർട്ട് നോട്ട് എഴുതുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഓരോ ഗ്ലാൻഡും ഇങ്ങനെ ആരോ മാർക്കൊക്കെ ഇട്ട് ചില കളർ പെൻസിൽസോ കളർ പെന്നൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഒരു ഐഡിയ കിട്ടും. തൈറോയ്ഡ് ഗ്ലാൻഡ് 2 ആരോ മാർക്കൊക്കെ ഇട്ട് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കിനും നിങ്ങളുടെ മനസ്സിൽ അത് ഉറപ്പായിട്ടും വരും. പാരാഫോളിക്കുലാർ സെൽസും ഫോളിക്കുലാർ സെൽസ്, അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളിങ്ങനെ എഴുതിയിട്ടുണ്ട് ഹോർമോണിൻ്റെ പേര്, എന്നിട്ട് ആ ഹോർമോണിൻ്റെ ഫംഗ്ഷൻസും അതിൻ്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതി. പിന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, അതിൻ്റെ ഫംഗ്ഷൻ അത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത് ആദ്യം തന്നെ നമുക്ക് ഓക്സിൻ്റെ ആക്ഷനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡയഗ്രാമാണ്, അല്ലേ? അപ്പോൾ ആ ഡയഗ്രാം എന്താണെന്ന് നോക്കുക. അതിലെ പ്രവർത്തനം എന്താണെന്ന് ഓൾറെഡി ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 3 കോളത്തിലായിട്ട്. അപ്പോൾ ആ പ്രവർത്തനം എന്തുകൊണ്ടാണ് ആ ഒരു ചരിവ് ഉണ്ടാകുന്നത്, സ്റ്റെമ്മിൻ്റെ ആ ഒരു പാർട്ടിൽ ഉണ്ടാകുന്നതെന്നൊക്കെ ആ റീസണോടുകൂടി അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് വായിച്ചാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് മനസ്സിലാവും. പിന്നെ അവിടെ വരുന്നതാണ് നമ്മുടെ ഹോർമോൺസിൻ്റെ കാര്യം, പ്ലാന്റ് ഹോർമോൺസിൻ്റെ കാര്യം. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് അബ്സിസിക് ആസിഡ് പഠിക്കാനുണ്ട്, ജിബർലിൻസ്, സൈറ്റോകൈനിൻ, ഓക്സിൻ, എഥിലീൻ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം ഓരോന്നിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ. ഇപ്പം സൈറ്റോകൈനിൻ ഒക്കെ ആണെങ്കിൽ സെൽ ഡിവിഷൻ, അപ്പം സൈറ്റോകൈനിൻ സി, സെൽ ഡിവിഷൻ സി, ലൈക്ക് അങ്ങനെ കുറച്ച് കോഡ്സും എന്തെങ്കിലും ക്ലൂസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റ് ഹോർമോൺസ് പഠിക്കാം, ഷോർട്ട് നോട്ട് എഴുതി പഠിക്കാം. പിന്നെ ഫ്ലവറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അവിടെ ഫോട്ടോ പീരിയോഡിസം എന്നുള്ള ടേം ഓർക്കുക, ഫൈറ്റോക്രോം എന്നുള്ള കാര്യം ഓർക്കുക,
അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അതെന്താണ് എന്ന് ചോദിച്ചാൽ അതെങ്ങനെ ഉത്തരത്തിലേക്ക് വരാം എന്നുള്ളത് ഓൾറെഡി ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. പിന്നെ കൺട്രോൾ ഓഫ് മെറ്റാബോളിസം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. അതൊക്കെ ഈ ഹോർമോൺസും ഗ്ലാൻസും ഒക്കെ ഷോർട്ട് നോട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. കാര്യം ഈ ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും കുറേ ഹോർമോൺസും കുറേ ഗ്ലാൻസും കുറേ സെൽസും അടയാളപ്പെടുത്താനും ഒക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ അടയാളപ്പെടുത്താൻ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ കൂടെ ഈ ഷോർട്ട് നോട്ടും കൂടെ. പിന്നെ ഈ പറഞ്ഞ പോലെ തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ. ഹൈപ്പർ എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്തൊക്കെ കൂടുവാണ് അല്ലേ. ഇപ്പം ഭയങ്കര കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേനും അത് കൂടുതലാണ് അവിടെ കാണിക്കുന്നത്. ചില വേർഡ് തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ആൻസറിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് പഠിക്കുക. അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പം അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആവും. പിന്നെ റെഗുലേഷൻ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതും ഓരോരോ ഹോർമോൺസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നല്ല വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, ഉറപ്പാണ്. ഒരു കണ്ടീഷൻ തന്നിട്ട്, ഒരാളുടെ ഒരു കണ്ടീഷൻ തന്നിട്ട് എങ്ങനെയൊക്കെ അത് നോർമലാക്കാം എന്നൊക്കെ രീതിയിൽ വളഞ്ഞ രീതിയിലൊക്കെ ചോദ്യം വരാം. പക്ഷെ നിങ്ങൾ കോൺസെപ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കണം. ഇത് കാണാപ്പാടമല്ല. ഇതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ സുഖമായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. പേരുകൾ കാണാപ്പാടം പഠിക്കണം, പക്ഷെ സംഭവം എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് ഗ്ലൂക്കോസ് അല്ലേ. ഇപ്പം റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട 2 സെൽസ്, അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലാൻഡിൻ്റെ പേര്, ആ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആൽഫ സെൽസും ബീറ്റ സെൽസും അടയാളപ്പെടുത്താൻ പഠിച്ചിരിക്കണം. ആൽഫ സെൽസും ബീറ്റ സെൽസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാകുന്നതാണ്. ഈ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഉണ്ട്, അതേതായിരുന്നു? ഗ്ലൂക്കോൺ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് നോട്ട് എഴുതുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ആൽഫ സെൽസ് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ ഹോർമോണിലേക്ക് എത്തും. ആ ഹോർമോണിലേക്ക് എത്തിയാൽ ആ ഓരോ ഹോർമോണും എന്തൊക്കെ റോൾസ് ആണ് ചെയ്യുന്നതെന്നും ഈ പറഞ്ഞ പോലെ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷുവറാണ് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇപ്പം ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻസുലിൻ ആണ് ആവശ്യം. അപ്പോൾ ഇൻസുലിൻ ആവശ്യമാണെങ്കിൽ അവൻ എവിടെന്നെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണ്ടേ അല്ലേ. ഇൻസുലിൻ എവിടെന്നെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ് പാൻക്രിയാസിലെ ബീറ്റ സെൽസ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. കൂടെ ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട് എഴുതി പോവുക. പിന്നെ വരുന്നതാണ് നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞു എമർജൻസി സിറ്റുവേഷനായിട്ട് എന്ത് ചോദിച്ചാലും ഉത്തരം അഡ്രിനൽ ഗ്ലാൻഡ് ചോദിച്ചാൽ പേര്, അതായത് ഗ്ലാൻഡിൻ്റെ പേര് ചോദിച്ചാൽ ദാറ്റ് ഈസ് അഡ്രിനൽ ഗ്ലാൻഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പാർട്സ് ആണ് കോർട്ടെക്സ്, മെഡുല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മെഡില്ല ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കണ്ടന്റും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഒക്കെ ടീച്ചേഴ്സ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പുസ്തകം നന്നായിട്ട് വായിക്കുക. മെഡുല്ലയിലെ കുറേ ഫങ്ഷൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോർട്ടെക്സിൽ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നോക്കുക. പിന്നെ നമുക്ക് വരുന്നതാണ് സ്ലീപ്പ് ആൻഡ് അവേക്കിംഗ്. അതുമായിട്ട് ബന്ധപ്പെട്ട്, ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു സിറ്റുവേഷൻ തന്നാലും നിങ്ങൾ ഓർക്കുക ദാറ്റ് ഈസ് പീനിയൽ ഗ്ലാൻഡ് അല്ലേ. പീനിയൽ ഗ്ലാൻഡിലെ ഏത് ഹോർമോണാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്? മെലാറ്റോണിൻ. അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ വേണേലും ഒരു കുട്ടി ക്ലാസ്സിൽ ഉറങ്ങുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് എന്ത് ചോദിച്ചാലും ആ ഒരു സിറ്റുവേഷൻ്റെ ഉത്തരം ഉറക്കമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലാൻഡ് ആണോ ചോദ്യമെങ്കിൽ ദാറ്റ് ഈസ് പീനിയൽ ഗ്ലാൻഡ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഈ പറഞ്ഞ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി എന്നുള്ള കുറച്ച് അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതും നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് വിത്ത് ഡയഗ്രാം ഉൾപ്പെടെ. അപ്പം നല്ല രീതിയിൽ പഠിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഗ്രോത്ത്, ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ഗ്രോത്ത് എന്ന അല്ലെങ്കിൽ ഗ്രോത്തുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള അടുത്ത ഷോർട്ട് നോട്ട് നമ്മൾ എഴുതുക, ഹെഡിങ് കൊടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് ഏതാ? സൊമാറ്റോട്രോഫിൻ അല്ലേ. ഇപ്പം സൊമാറ്റോട്രോഫിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഡ്വാർഫിസം, അക്രോമഗലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഈ പറഞ്ഞ സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷനിലുള്ള വേരിയേഷൻ ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു റീസൺ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഗ്രോത്ത് റിലേറ്റഡ് എന്ത് ചോദിച്ചാലും ഒരു ഹോർമോണെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ദാറ്റ് ഈസ് സൊമാറ്റോട്രോഫിൻ. അപ്പോൾ എങ്ങനെ വേണേലും ചോദ്യം ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ, അതായത് പൊക്ക കൂടുതൽ കുറവ് റിലേറ്റഡ് ആയിട്ട് എന്തൊരു പിക്ചർ ചോദിച്ചാലും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സൊമാറ്റോട്രോഫിൻ, റൈറ്റ്. ഇനി വാട്ടർ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചോട്ടെ, നമ്മുടെ വാസോപ്രസിൻ ആണ്, അല്ലെങ്കിൽ ADH. അപ്പം വാസോപ്രസിൻ അതിൻ്റെ പ്രവർത്തനമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ വാസോപ്രസിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് പഠിച്ചാൽ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ
നമ്മുടെ ബോഡിക്കകത്തുള്ള വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഈ പറഞ്ഞ വാസോപ്രസിൻ. നമ്മുടെ സമ്മർ ടൈമിലെ എക്സസീവ് ഹീറ്റും സ്വെറ്റിങ്ങും ഒക്കെ കാരണം ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിക്കും, റൈറ്റ്? അപ്പം ഈ ഒരു ടൈമിൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കും? അപ്പം നല്ല രീതിക്ക് അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ റീപ്രൊഡക്ഷനും ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഹോർമോൺസ് ഒക്കെ പഠിക്കാനുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ. ഇതൊക്കെ ഏത് ഗ്ലാൻഡിൽ നിന്നാണെന്നും അതിൻ്റെ ഫങ്ഷൻസും നമുക്ക് അതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, റൈറ്റ്? അപ്പോൾ അതിൻ്റെയൊക്കെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ വരുന്നതാണ് മെൻ്റൽ ഹെൽത്തും കാര്യങ്ങളുമൊക്കെ. അതും ഈ പറഞ്ഞ പോലെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് ഫിറമോൺസ്. ഫിറമോൺസ് റിലേറ്റഡ് ഒരു ചോദ്യം. ഹോർമോൺസ് വേറെ, ഫിറമോൺസ് വേറെ, റൈറ്റ്? അപ്പോൾ ഫിറമോൺസ് റിലേറ്റഡ് എന്തെങ്കിലും ചോദിച്ചാലും നമുക്ക് പല ടൈപ്പ് ഓഫ് ഫിറമോൺസ് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഫിറമോൺസിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ ഓർത്തിരിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ ഷോർട്ട് നോട്ട് മെയിനായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം 4th ചാപ്റ്ററിൽ നമുക്ക് പല പല ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, അല്ലേ? ജീവികളിലെ രാസസംവേദനം 4ാമത്തെ ചാപ്റ്റർ. ഇവിടെയും ഈ പറഞ്ഞ പോലെ ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് പലതും ചോദിക്കാം. ഇപ്പോൾ ഓക്സിറ്റോസിൻ്റെയും ജിബർലിൻസിൻ്റെയും അബ്സസിക് ആസിഡിൻ്റെയും ഒക്കെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നിട്ട് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്നൊക്കെ. അപ്പം സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണെന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ശരി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ എഥിലീൻ, ഓക്സിൻ, ജിബർലിൻസ് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാച്ച് ദ ഫോളോയിങ്ങോ ഒക്കെ ആയിട്ട് പാർട്ടിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. 1 മാർക്ക് വെറുതെ കളയരുത് നമ്മുടെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ്റെ. പിന്നെ പ്ലാൻ ഹോർമോൺസിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണെങ്കിലും 1 മാർക്കിനുള്ള ധാരാളം ചോദ്യങ്ങളും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ കുറേ ചാൻസുകളുണ്ട്. പിന്നെ നമുക്ക് പല പല ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്തു നിന്ന് ഈ പറഞ്ഞ പോലെ ഹോർമോൺസ് റിലേറ്റഡ് ആയിക്കോട്ടെ, ഗ്ലാൻസ് റിലേറ്റഡ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെൻറ്റും റീസണും ഒക്കെ ചോദിക്കാവുന്ന ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന കുറേ കണ്ടന്റുകളുണ്ട്. ഇപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ കാൽസിറ്റോണിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദി ലെവൽ ഓഫ് കാൽസ്യം ഇൻ ദി ബ്ലഡ് ഇൻക്രീസസ്. അതിൻ്റെ റീസൺ പറയുന്നത് calcitonin regulates the calcium level by reducing the mixing of calcium from bones into the blood. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഈ ഒരു റീസണും ശരിയാണോ തെറ്റാണോ എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ റീസൺ ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് തരാവേ. സൈറ്റോകൈനിൻസ് ഹെൽപ്സ് സീഡ്സ് ടു ജെർമിനേറ്റ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു. അതിന്റെ റീസൺ സൈറ്റോകൈനിൻ സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഇൻ സീഡ്സ്. അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ റീസൺ ശരിയാണോ? ഇനി വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം. ഓൾവേസ് ഗ്രോസ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഓഫ് ലൈറ്റ്. റീസൺ വെൻ സൺലൈറ്റ് ഫാൾസ് ഓക്സിജൻ ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ പാർട്സ് ഓഫ് ദി സെൽ. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ച് ആൻസർ എഴുതേണ്ട ഒരു ചോദ്യമാണ്. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് തരുവാണ്. ടാർഗറ്റ് സെൽസ് ഹാവ് റിസപ്റ്റേഴ്സ്. സ്റ്റേറ്റ്മെന്റ് ബി, റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ടു റെക്കഗ്നൈസ് ഹോർമോൺസ്. 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലെങ്കിൽ എ ശരി ബി തെറ്റ്? അപ്പം എങ്ങനെ വേണേലും അങ്ങനെയും ചോദിക്കാം. അങ്ങനെ 1 മാർക്കിന് പല രീതിയിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. പിന്നെ 2 മാർക്കിന് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന രീതിയിൽ ഒക്കെ ഒരു ഡയഗ്രാം തന്നിട്ട് എക്സ്പ്ലെയിൻ ദി ഫംഗ്ഷൻ ഓഫ് എ ഇൻ അക്കൗണ്ട് ഓഫ് ദി ഫോർമേഷൻ ഓഫ് സി. അതായത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എഴുതിയിട്ട് എങ്ങനെയാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സിലേക്ക് എത്തുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ആ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാം. ഈ പറഞ്ഞ പോലെ ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി ഹോർമോൺ സൊമാറ്റോട്രോഫിൻ. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഹെൽപ്സ് ഇൻ ബോഡി ഗ്രോത്ത്, റീഅബ്സോർബ്സ് വാട്ടർ ഫ്രം ദി കിഡ്നി, സ്റ്റിമുലേറ്റ്സ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ്, പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഇമ്മ്യൂണിറ്റി. അപ്പം ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞില്ലേ സൊമാറ്റോട്രോഫിൻ എന്നുള്ള ഒരു ഹോർമോൺ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കോൺസെപ്റ്റ് പഠിച്ചു വെച്ച ഒരു ഹോർമോണിന്റെ റോള് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഉത്തരത്തിലേക്ക് എത്താൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഷോർട്ട് നോട്ട് പോലൊക്കെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല തറവായിട്ട് ഓരോ ഹോർമോണിന്റെ ഫങ്ഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ 3 മാർക്കിൽ ഈ പറഞ്ഞ പോലെ ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രാം ഒക്കെ ചോദിച്ചിട്ട് വിച്ച് ഹോർമോൺ ഹെൽപ്സ് ഇൻ ദി ഇലോങ്ങേഷൻ ഓഫ് സെൽസ്, റൈറ്റ് ദി ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ പ്ലാന്റ് സ്റ്റെം വെൻ സൺലൈറ്റ് ഈസ് റിസീവ്ഡ് ഓൺലി ഫ്രം 1 ഡയറക്ഷൻ. സൺലൈറ്റ് ഇപ്പം ഒരു ഡയറക്ഷനിൽ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ചേഞ്ച്? ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി പ്ലാന്റ് സ്റ്റെം ഗ്രോയിങ് ടുവേർഡ്സ് ലൈറ്റ്? അങ്ങനെ വേണേലും ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുവാണ്. ഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് കാൽസിറ്റോണിൻ, പാരാഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് തൈറോക്സിൻ, ഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് തൈറോക്സിൻ, പാരാഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് കാൽസിറ്റോണിൻ. ഫൈൻഡ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫങ്ഷൻസ് ഓഫ് തൈറോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോയ്ഡ് ഗ്ലാൻഡ്.
മൂന്നാമത്തത് നെയിം ദി കണ്ടീഷൻ കോസ്ഡ് ബൈ ലെസ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ, റൈറ്റ് എനി 2 ഓഫ് ഇറ്റ്സ് സിംറ്റംസ്. അപ്പോൾ അവിടെ കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്, സിംറ്റംസും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. പിന്നെ നമ്മുടെ ഡ്വാർഫിസം, അക്രോമഗലി, ജൈജാൻറ്റിസം പോലുള്ള ഓരോ ഡിസീസും അതിൻ്റെ കോസസും സിംറ്റംസും ഒക്കെ കറക്റ്റായിട്ടുള്ള പേർ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്താനോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിൻ്റെ ഒക്കെ അതും ഈ പറഞ്ഞ പോലെ കുറേ മിസ്സിങ് വേർഡ്സ് ഒക്കെ തന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്താനായിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാഫ് നമുക്ക് തരുന്നുണ്ടല്ലോ നമ്മുടെ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം വിച്ച് ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഗ്രാഫ് ഇൻഫ്ലുവൻസസ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് വായിക്കാം. അറ്റ് വാട്ട് ടൈം ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ഇൻക്രീസ്ഡ്. ഇപ്പോൾ ഓൾറെഡി അത് ആ ഗ്രാഫിലുണ്ട്, അതൊന്ന് നോക്കി എഴുതിയാൽ മതി. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ദിസ് ഹോർമോൺ, വെയർ ഈസ് ഇറ്റ് ലൊക്കേറ്റ്. ഇപ്പം ഏത് ഗ്ലാൻഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് അടുത്തൊരു ചോദ്യം. വാട്ട് ഈസ് ദി നെസസിറ്റി ഓഫ് അവോയ്ഡിങ് മൊബൈൽ ഫോൺ യൂസേജ് ബിഫോർ സ്ലീപ്പിംഗ്. അപ്പം ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ രീതിയിലൊക്കെ ചോദ്യം ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ സയന്റിഫിക് റീസൺസ് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സയന്റിഫിക് റീസണോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ബയോളജി ഒക്കെ ആൻസർ എഴുതുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റട്ടോ. അത് എപ്പോഴും ഒന്ന് ഓർമ്മയിൽ നിൽക്കുക. അങ്ങനെ നാലാമത്തെ പാഠത്തിൽ ഈ പറഞ്ഞ പോലെ കുറേ നമുക്ക് പഠിക്കാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ ഗ്ലാൻസും ഫംഗ്ഷൻസും ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷേ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഹോർമോൺസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പാടായിട്ടുള്ളവർ ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ടൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓരോ ഹോർമോൺസും അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലാൻസും ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇനിയും പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. മെയിൻ ആയിട്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കും. Rapid revision. Final